എതിരാളികളില്ലാത്തൊരു കാലം വരണം. അതാണ് മൂർത്തിയെങ്കലിന്റെ സ്വപ്നം. സ്വർണ്ണ ബിസിനസ്സിൽ എതിരാളികളൊക്കെ ഉണ്ടാവും, എങ്കിലും അവർക്ക് നമ്മുടെ അരികിൽ എത്താൻ പറ്റരുത്. ഇപ്പോഴും നമ്മൾ ടോപ്പിലാണെങ്കിലും ഏത് നിമിഷവും ഒരു ഇടിവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അങ്കിളിനി 2ാം സ്ഥാനത്തേക്ക് നമ്മുടെ ജ്വല്ലറി പോകുന്നത് സങ്കല്പിക്കാനേ പറ്റില്ല. അതുകൊണ്ട് ഇതൊരു സുവർണ അവസരമാണ്. ആ ജർമ്മൻ കളക്ഷൻ നമ്മുടെ എക്സിബിഷന് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യണം. എന്ന് മാത്രമല്ല, അപൂർവമായ നെക്ലേസിന് ഒപ്പം വെക്കാൻ പറ്റുന്ന കുറച്ച് ഓർണമെന്റ്സ് കൂടി നമ്മൾ ഡിസൈൻ ചെയ്ത് പ്രദർശിപ്പിക്കണം. അറിയാലോ, പാരമ്പര്യമായിട്ട് നമ്മുടെ സ്വർണ്ണപ്പണിയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് ശങ്കരേട്ടനും ഫാമിലി. ആ ശങ്കരേട്ടന്റെ പോലും കണ്ണ് തള്ളിപ്പോയി ആ നെക്ലേസ് കണ്ടിട്ട്. പല ചാനലുകാരോടും ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് നാഗേന്ദ്ര. ചാനലുകാർ മാത്രമല്ല, പത്രക്കാരും വരുന്നുണ്ട്. പരസ്യത്തിന്റെ കാര്യത്തില് നമ്മൾ ഏറെ പിന്നോട്ടാണ്. പക്ഷേ ഇതുപോലുള്ള ഈവൻസ് വരുമ്പോൾ നമ്മൾ അതിനുവേണ്ടി ഒരു തുക മാറ്റിവെച്ചേ പറ്റൂ. അതിനുള്ള സാങ്ഷൻ മൂർത്തിയെങ്കിൽ തന്നിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ സമ്പൂർണ്ണ വിജയത്തിനു വേണ്ടി എനിക്ക് എല്ലാ ഫ്രീഡവും തന്നിരിക്കുക അങ്കിള്. അല്ലെങ്കിലും അങ്കിളിന്റെ നിർദ്ദേശം അനുസരിച്ചാ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പക്ഷേ എന്നോടുള്ള വിശ്വാസം കാരണം എല്ലാം എനിക്ക് വിട്ടുതന്ന സ്ഥിതിക്ക് ഇനി പിന്നോട്ട് പോകാൻ പറ്റില്ല. നാഗേന്ദ്രൻ എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അതുപോലെ തന്നെ ഞങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തരാം. ആ നെക്ലസ് കണ്ട് ശങ്കരൻ ചേട്ടന്റെ കണ്ണ് തള്ളിയെന്ന് നാഗേന്ദ്രൻ പറഞ്ഞല്ലോ. ഞങ്ങളുടെ അമ്മയ്ക്ക് പോലും അതിനോടൊരു താല്പര്യം തോന്നിയിട്ടുണ്ട്. അതിനെപ്പറ്റി അമ്മ വാദോരാതെയാ സംസാരിച്ചത്. സ്വർണത്തെക്കുറിച്ച് നല്ല അറിവുള്ള കൂട്ടത്തിലെ അമ്മ. ആ അമ്മ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സിബിഷൻ വരുന്ന ഓരോ വ്യക്തികളും അത് മനസ്സിൽ പതിപ്പിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ഡിസൈനോട് ചേർന്ന് നിൽക്കുന്ന കുറെ ഓർണമെന്റ്സ് ഉണ്ടാക്കി വെക്കണമെന്ന്. അതൊക്കെ നമുക്ക് ആവശ്യക്കാർക്കങ്ങ് കൊടുക്കാം. അവരത് ഇട്ടുകൊണ്ട് പോകുമ്പോൾ മറ്റുള്ളവർ അതേപ്പറ്റി തിരക്കും. അങ്ങനെയുള്ള മൗത്ത് പബ്ലിസിറ്റിയാണ് ഏത് ബിസിനസിന്റെയും വിജയത്തിന്റെ അടിസ്ഥാനം. അപ്പൊ പിന്നെ നമുക്ക് ഒന്നിച്ച് നീങ്ങാം. ഞാനൊരു സ്കെച്ച് ഉണ്ടാക്കിയിട്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് പറയാം. ആ ശരി നാഗേന്ദ്ര. ഓക്കെ. എന്തൊരു ഭംഗിയാ നാഗേട്ട ഇതിന്. ജർമ്മൻ കളക്ഷനാ. മൂർത്തിയെങ്കിലുടെ സുഹൃത്ത് വഴി നമുക്ക് കിട്ടിയതാ. ആഹാ. ഇതിലെ കല്ലുകൾ അപൂർവമാ, വളരെ വിലയേറിയതും. നമ്മുടെ നാട്ടിൽ ഇതുപോലൊന്ന് പണിതെടുക്കാൻ എളുപ്പമല്ല. അത്രയ്ക്ക് ഭംഗിയുണ്ട്. സ്വർണത്തെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീക്കും ഇത് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. അതങ്ങ് വച്ചേക്ക്. സുരക്ഷിതമായി ഷെൽഫിൽ വച്ചേക്കണമെന്ന് പറഞ്ഞ് മൂർത്തിയെങ്കിൽ തന്നതാ. ഇനി ആ എക്സിബിഷൻ നടക്കുന്നതിന്റെ അന്ന് ഇതവിടെ പ്രദർശിപ്പിക്കണം. ഇത് നന്നായി മാർക്കറ്റ് ചെയ്യാനാണ് എന്റെ തീരുമാനം. ഇപ്പോ നമ്മൾ തന്നെയാണ് ഏറെ മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ അത് പോരാ. മൂർത്തീസ് ജ്വല്ലറിയുടെ പേരും പെരുമയും കേരളത്തിന് പുറത്തും പോണം. ഗൾഫിലൊക്കെ നമുക്ക് ബ്രാഞ്ചുകൾ ഉണ്ടാവണം. അതിനുള്ള തീവ്ര ശ്രമത്തിലാണ് ഞാൻ. നീ ഇത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വച്ചേക്ക്. ദാ. എന്നെങ്കിലും എനിക്ക് ഇതുപോലൊരു നെക്ലസ് വാങ്ങിത്തരാൻ പറ്റുമോ നാഗേട്ടന്? ലക്ഷങ്ങൾ വിലയുള്ള സ്വർണം നമുക്കെന്തിനാടി?
ഇനി ഇതുപോലൊന്ന് നമ്മുടെ മോളെ കല്യാണത്തിന് നമുക്ക് പണിയിപ്പിച്ചെടുക്കാം. ഞാൻ ശങ്കരേട്ടനെ കാണിച്ചിട്ടുണ്ട് ഈ നെക്ലേസ്. ആ ശങ്കരേട്ടൻ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് ഇതുപോലൊന്ന് പണിതെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നാ പറഞ്ഞത്. ശോ. സ്വർണ്ണപ്പണിയിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ആഭരണം കണ്ടാൽ അത് അതുപോലെ ഉണ്ടാക്കുന്ന ആളാ ഇന്ന് തോൽവി സമ്മതിച്ചത്. എക്സിബിഷൻ ഇനി കുറച്ച് ദിവസമില്ലേ? അതിനു മുമ്പ് എനിക്ക് 1-2 ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ വെറുതെ ഒരു ഷോയ്ക്ക് അത് ഇട്ടോണ്ട് പോയാലോ? ദേ, അബദ്ധം കാണിക്കരുത്. എക്സിബിഷൻ നടക്കുന്ന അന്നല്ലാതെ ആ സ്വർണം വേറെ ആരും കാണാൻ പാടില്ല. നിനക്ക് ആവശ്യത്തിന് സ്വർണം ഉണ്ടല്ലോ ജലജ, എന്നാലും ആർത്തി തീരില്ല. സ്വർണത്തിൽ മുങ്ങി വന്ന ആളാ ദേവിയടത്തി. എന്നിട്ട് അവർക്ക് ഇത്രയും സ്വർണ്ണക്കൊതിയില്ല. സ്വർണത്തോടും പണത്തോടും ആർത്തിയുള്ള കൂട്ടത്തിലാ സാറിൻ്റെ അപ്പച്ചി ജലജ. അതെനിക്കറിയാം. സ്വർണത്തിൽ മുങ്ങിത്താഴുന്ന കുടുംബമാണ്. ഇടയ്ക്കൊക്കെ ജ്വല്ലറി വരും അമ്മയ്ക്കൊപ്പം സാറിൻ്റെ അപ്പച്ചി. എന്നിട്ട് പുതിയ ഫാഷൻ ആഭരണങ്ങൾ പണിഞ്ഞു കൊടുക്കണമെന്ന് പറയും. പഴയ ആഭരണങ്ങളൊക്കെ ഞാനങ്ങനെ പുതുക്കി പണിഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാൽ ഈ സ്വർണം വിദേശത്തുനിന്ന് വന്നതല്ലേ, അതിൻ്റെ ഒരു പ്രഭയുണ്ടല്ലോ. അങ്ങനൊരു ഡിസൈൻ എനിക്കോ എൻ്റെ അറിവിലുള്ള സ്വർണ്ണപ്പണിക്കാർക്കോ ചെയ്തെടുക്കാൻ പറ്റില്ല. അല്ല, അത് പറയാൻ എനിക്കൊരു മടിയുമില്ല. കഥ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, പിന്നെന്താ സംഭവിച്ചത്? ആ സംഭവത്തിന് മുമ്പ് മൂർത്തി സാറിന് നാഗേന്ദ്രനോട് വലിയ മതിപ്പായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ സാറേ, കഠിനാധ്വാനത്തിലൂടെയായിരുന്നു അയാൾ മൂർത്തീസ് ജ്വല്ലറിയെ ഉയരങ്ങളിലെത്തിച്ചത്. സാറിൻ്റെ അച്ഛനോടും ഇളയച്ചനോടും ഒക്കെ പറയുമായിരുന്നു ആ നാഗേന്ദ്രനെ കണ്ടു പഠിക്കണമെന്ന്. ആ സമയത്തൊക്കെ MD മൂർത്തി സാറായിരുന്നെങ്കിലും കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ നാഗേന്ദ്രൻ ആ സ്ഥാനം കൈമാറിയേനെ. ഓ, അങ്ങനായിരുന്നു കാര്യങ്ങളുടെയൊക്കെ പോക്ക്. അതിനിടയിലാ ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. സ്വർണ്ണാഭരണം ഇഷ്ടപ്പെടുന്ന ഏതൊരു സ്ത്രീക്കും അങ്ങനൊരു ആഭരണം കണ്ടാൽ അതിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റില്ല. അത് വിട്ടുകളയാനും പറ്റില്ല. അപ്പൊ പിന്നെ സ്വർണത്തോട് ആർത്തിയുള്ളവരും കൂടെ ആണെങ്കിലോ അവരത് കളഞ്ഞു കുളിക്കുവോ? വേണ്ടാന്ന് നോക്കുവോ? ഏയ് ഇല്ല. അതാണ് ഇവിടെ നാഗേന്ദ്രൻ സാറിന് ദോഷമായിട്ട് വന്നത്. അതുകൊണ്ടാ ഞാൻ സമയദോഷത്തെ പഴിച്ചത്. അങ്ങനെ നമുക്ക് മോശ സമയം വരുമ്പോൾ നമ്മുടെ ഭാഗത്ത് ശരിയില്ലാതാകും സാറേ. അങ്ങനെയാണെങ്കിൽ ശങ്കരണങ്ങൾ അറിയാവുന്ന നാഗേന്ദ്രന്റെ ഭാഗത്ത് ശരിയെന്താ? പാടോ പൈസ. ആ എക്സിബിഷൻ ഉണ്ടല്ലോ, സാറിന്റെ മരുമോൻ ഗംഭീരമാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെ ആകർഷിച്ചത് ആ ജർമ്മൻ കളക്ഷനാ, പ്രത്യേകിച്ച് എന്റെ മിസ്സസിന്. എനിക്കത് കണ്ടിട്ട് പോവാനേ തോന്നില്ല സാർ. അതുകൊണ്ട് അതിനുവേണ്ടി ഞങ്ങൾ ബാർഗൈനിങ് ഒരുപാട് നടത്തി. ബാർഗൈനിങ് ഒന്നൊന്നും പറഞ്ഞുകൂടാ, വലിയൊരു തുക കൊടുത്തു. എന്നെ വിളിച്ചിരുന്നു നാഗേന്ദ്രൻ. ഒരു കസ്റ്റമർ അത് വേണമെന്ന് നിർബന്ധം പിടിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴും പയസാണെന്ന് പറഞ്ഞില്ല. എന്തായാലും ഞങ്ങളത് വാങ്ങി സാർ. അതിന്റെ സന്തോഷത്തിലാ സ്റ്റെല്ല. ഇതുപോലൊരു ഡിസൈൻ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല സാർ. ഇന്നത്തെ എക്സിബിഷനിൽ എല്ലാവരുടെയും ഹൃദയം കവർന്നത് ആ നെക്ലേസാ. അത് ലേലത്തിൽ വെക്കാഞ്ഞത് നന്നായി. വെച്ചിരുന്നെങ്കിൽ ഇനിയും കുറച്ചുകൂടി തുക വേണ്ടി വന്നേനെ. എന്തായാലും അതും കൊണ്ടേ പോകുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചതാ. കഴിഞ്ഞോ എല്ലാം? ആ കഴിഞ്ഞു. തന്നെ അപ്രീഷിയേറ്റ് ചെയ്യായിരുന്നു പൈസം സ്റ്റെല്ലയും. ആ നെക്ലേസ് ഒരു കൊണ്ടുപോയി. സാരമില്ല, ഇനി അടുത്ത വർഷം ഇതേ ദിവസം കാണാടോ പൈസ. ശരി സാർ. ശരി സാർ. ഇരിക്കണോ?
ഞാൻ പറഞ്ഞല്ലോ, ഇതിനു മുൻപും മൂർത്തി ജ്വല്ലറിക്ക് ഒരുപാട് വിജയങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ നീ വന്നതിന് ശേഷം ചെയ്ത ഓരോ ഇവന്റും മൂർത്തി ജ്വല്ലറിക്ക് ഒരുപാട് നേട്ടമാണ് ഉണ്ടായത്. ഇത്തവണത്തെ സെയിൽസിൽ വൻ ഗ്രോത്താ കാണുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രോഫിറ്റ് ഷെയർ നിനക്കുണ്ടാവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിൽ ഇതിന്റെ ജോലിയുടെ ഭാഗമല്ലേ. അങ്ങനെ നീ എഫേർട്ട് എടുത്ത് ഓരോന്നും ചെയ്യുമ്പോൾ അതിന്റെ ലാഭം കമ്പനി മാത്രം സ്വന്തമാക്കുന്നതിൽ അർത്ഥമില്ല. നിന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. അതുകൊണ്ട് മൂർത്തി ജ്വല്ലറി ഹൈലൈറ്റ് ആക്കി നിർത്താൻ നീ എന്ത് ഐഡിയ പറഞ്ഞാലും അതിന് പണം മുടക്കാൻ ഞാൻ തയ്യാറാണ്. മുടക്കുന്ന പണത്തിന്റെ 10 ഇരട്ടി തിരിച്ചു പിടിക്കാൻ കഴിവുള്ളവനാ നീ. ഞാൻ ആ നെക്ലേസിന് വലിയ പരസ്യം കൊടുത്തത്. അതിനനുസരിച്ച് ആളും വന്നു. പിന്നെ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നുകൊണ്ട് അതിനനുസരിച്ച് സെയിലും നടന്നു. ഇനി അങ്ങോട്ട് നമ്മൾ അലസത കാണിക്കാതെ ബിസിനസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എതിരാളികൾ കാണില്ലെങ്കിൽ ഞാനെന്നാ മൂർത്തി സാറ് പറഞ്ഞതിനേക്കാളും ഗംഭീരമായിട്ട് നാഗേന്ദ്രൻ കാര്യങ്ങൾ ചെയ്തു. അത് നാഗേന്ദ്രനിലുള്ള വിശ്വാസം കൂട്ടി. ഞങ്ങൾ സ്റ്റാഫുകളുടെ മുമ്പിൽ വെച്ച് നാഗേന്ദ്രനെ അഭിനന്ദിച്ചു, പാരിതോഷികവും കൊടുത്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് MD കസേര മൂർത്തി സാറ് നാഗേന്ദ്രന് കൊടുത്തേനെ എന്ന്. അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിരുന്നു അയാളല്ലേ? അതെ. എല്ലാം പിടിച്ചടക്കാനും മുത്തശ്ശന്റെ വിശ്വാസം പിടിച്ചു പറ്റാനും അയാൾ കളിച്ച നാടകമായിരുന്നതെങ്കിലോ? ഏയ്, ഒരിക്കലുമല്ല. അങ്ങനെയുള്ള അത്യാഗ്രഹമൊന്നും നാഗേന്ദ്രൻ സാറിന് ഉണ്ടായിരുന്നില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതിനിടയിൽ മുത്തശ്ശൻ അയാളോടുള്ള വിശ്വാസം നഷ്ടപ്പെടാനുള്ള കാരണം എന്താ? അല്ല, സാറിൻ്റെ മുത്തച്ഛൻ്റെ കാര്യം അറിയാമല്ലോ. ഒരിക്കൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ പൂർണ്ണമായി ഒഴിവാക്കുന്ന സ്വഭാവമാണ് മുത്തച്ഛനുള്ളത്. ഈ ജർമ്മൻ സ്വർണവുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളും നടന്നു. അന്നുവരെ നാഗേന്ദ്രൻ 100% സത്യസന്ധനാണെന്ന് വിശ്വസിച്ചിരുന്ന മൂർത്തി സാറ് അതോടെ തന്റെ നയം മാറ്റി. താൻ നാഗേന്ദ്രനെ കുറിച്ച് വിശ്വസിച്ചൊക്കെ തെറ്റായി പോയെന്ന് മൂർത്തി സാറിന് തോന്നി. അതുപോലെ വല്ലാത്തൊരു കുരുക്കില നാഗേന്ദ്രൻ സാറ് ചെന്നുപെട്ടത്. അച്ഛൻ നാഗേന്ദ്രനെ അഭിനന്ദിക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അവന്റെ വരവോടെ നല്ല വളർച്ചയാ ജ്വല്ലറിക്കുണ്ടായിരിക്കുന്നത്. സാറോ? എവിടെ മൂർത്തി സാർ? എവിടെ? അച്ഛൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ എത്തും. എന്താ സാറേ? അത് സാറ് വന്നിട്ട് സാറിനോട് പറയാനുള്ള കാര്യ. മനുഷ്യനെ ചീറ്റ് ചെയ്യാം, പക്ഷേ ഇങ്ങനെ ചീറ്റ് ചെയ്യരുത്. എന്തു പറ്റി സാറേ? അത് സാറ് വരട്ടെ, എന്നിട്ട് എല്ലാവരും കേൾക്കെ തന്നെ പറയാം. ഞങ്ങള് സാറിന് ചീറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ. സാറ് നാട്ടിലെത്തുമ്പോഴൊക്കെ ഇവിടെ വന്ന് സ്വർണം വാങ്ങാറുള്ളതല്ലേ? അതെ, ആ വിശ്വാസത്തിന്റെ പുറത്താണല്ലോ അന്ന് നടന്ന എക്സിബിഷനിൽ ഞാൻ പങ്കെടുത്തത്. പക്ഷേ അതൊരു വലിയ ചതിയായിപ്പോയി. എത്തിയല്ലോ. എന്താണ് പൈസ? പർച്ചേസിന് ഇറങ്ങിയതാണോ? ഇനിയും ഞാൻ ഗോൾഡ് പർച്ചേസ് നടത്തും. പക്ഷേ അത് മൂർത്തീസ് ജ്വല്ലറിയിൽ നടത്തണമെന്ന് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. എന്ത് പറ്റിയിടും? ഇത് നിങ്ങൾ തിരിച്ചെടുത്തോ. എന്റെ ഭാര്യ വലിയ പ്രതീക്ഷയോടെ ഈ നെക്ലസ് വാങ്ങിയത്. പക്ഷേ ഓരോ ദിവസം കഴിയുന്നവരും ഇതിന്റെ നിറം മങ്ങുമായിരുന്നു. അവസാനം സംശയം തോന്നി ടെസ്റ്റ് നടത്തിയപ്പോ ഇത് ഡ്യൂപ്ലിക്കേറ്റാ. ആർക്കും പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിൽ സ്വർണം പൂശിയ ഇമിറ്റേഷൻ ഗോൾഡ്. അതാ എനിക്ക് തന്നത്. എന്തൊക്കെ സാറേ ഈ പറയുന്നേ? അതേടോ, താനെന്ന് ജർമ്മൻ കളക്ഷനാണെന്ന് പറഞ്ഞ് ഒരുപാട് വാചോടിച്ചല്ലോ. അതിലല്ലേ ഞാനും എൻ്റെ ഭാര്യയും വീണുപോയത്. പക്ഷേ മൂർത്തീസ് ജ്വല്ലറിയോട് എനിക്കുള്ള ട്രസ്റ്റ് ഉണ്ടല്ലോ, അതില്ലാതായി. പക്ഷേ മൂർത്തീസ് ജ്വല്ലറിയോട് എനിക്കുള്ള ട്രസ്റ്റ് ഉണ്ടല്ലോ, അതില്ലാതായി. ഇവിടെ ഉണ്ടല്ലോ നല്ല സ്വർണ്ണപ്പണിക്കാർ. അവരെ കൊണ്ടുപോയി ഒന്ന് കാണിച്ചു നോക്ക് സാറ്. അപ്പം അറിയാം ഞാൻ പറഞ്ഞ ശരിയാണോ തെറ്റാണോ എന്ന്. സാറേ, ഇത് നല്ല സ്വർണ്ണം അല്ല. അത് 100% പ്യുവർ ഗോൾഡ് ആയിരുന്നല്ലോ. അതിലെ കല്ലുകളും ഒറിജിനലായിരുന്നല്ലോ. ഒന്നുമല്ല സാറേ. സാറിന് ഇതിൽ എന്തെങ്കിലും അറിവുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും മൂർത്തി സാറ് കള്ളത്തരം കാണിക്കില്ലെന്ന് എനിക്കറിയാം.
പക്ഷെ സാറിനെ ആരോ ചീറ്റ് ചെയ്തിട്ടുണ്ട്. നാഗേന്ദ്ര, ആ നെക്ലസ് നിന്നെയല്ല ഞാൻ ഏൽപ്പിച്ചത്. എത്ര ദിവസം നീ അത് കയ്യിൽ വെച്ചിരുന്നു? എന്നിട്ട് അതിന്റെ നിറം മങ്ങിയില്ലല്ലോ. പിന്നെങ്ങനെയാണ് പൈസ വാങ്ങിയതിനു ശേഷം അതിന്റെ തിളക്കം നഷ്ടപ്പെട്ടത്? എടോ പൈസ, ഈ സംഭവം നാം പുറത്ത് പറയരുത്. അത് ഞങ്ങളെ വളരെ മോശമായിട്ട് ബാധിക്കും. ആ എക്സിബിഷന് ശേഷം ജ്വല്ലറി ഒരുപാട് മുകളിലേക്ക് പോയി. താൻ വാങ്ങിയ സ്വർണത്തിന്റെ മുതല് മാത്രമല്ല, പലിശയും തരാം. പക്ഷേ താൻ പറഞ്ഞത് 100% സത്യമാണെന്ന് എനിക്കറിയണം. അതെന്താണെന്ന് വെച്ചാൽ സാറ് ചെക്ക് ചെയ്തു. എനിക്ക് പൈസ ഒരു പ്രശ്നമല്ല സാറേ. അതുകൊണ്ടാണ് വൈഫ് ഇതിനോട് താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ വിലയ്ക്ക് ഞാനത് വാങ്ങിച്ചത്. പക്ഷേ ഈ രീതിയിൽ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുകയാണെങ്കിൽ പാരമ്പര്യമുള്ള ഈ ജ്വല്ലറിയിൽ ഇനി കയറണോ വേണ്ടോ എന്ന് ആൾക്കാർ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കും. നാഗേന്ദ്ര, മൂർത്തി സാർ അറിഞ്ഞുകൊണ്ട് ഇങ്ങനൊരു ചതി ചെയ്യില്ല. അപ്പോ അദ്ദേഹത്തിന് ആരോ ചതിച്ചതാ. ഈ നെക്ലസ് കണ്ട ആരായാലും വാങ്ങിച്ചു പോവും. അതുകൊണ്ട് ചിലപ്പോൾ മൂർത്തി സാർ ജർമ്മനിയിൽ നിന്ന് വാങ്ങിച്ച ആ ഗോൾഡ് ആരെങ്കിലും എടുത്തു മാറ്റിയിട്ട് അതിന് പകരം ഈ ഡ്യൂപ്ലിക്കേറ്റ് വെച്ചതായാലും മതി. നാഗേന്ദ്ര, ആ ജർമ്മൻ ഗോൾഡ് ഞാൻ കൈമാറിയത് നിനക്കാ. അത് നിന്റെ കസ്റ്റഡിയിലായിരുന്നു എക്സിബിഷനിൽ വെക്കുന്നതുവരെ. അതുകൊണ്ട് നിനക്കേ പറയാൻ പറ്റൂ എന്താ സംഭവിച്ചതെന്ന്. ഞാനത് ഷെൽഫിൽ വളരെ സേഫായി വച്ചിരുന്നതാണ്. പിന്നെന്താ സംഭവിച്ചെന്ന് അറിയില്ല. അറിയണം. നീ മാത്രമാണ് അത് അറിയേണ്ടത്. അല്ലാതെ വേറെ ആർക്കും അതിൽ ഉത്തരവാദിത്തമില്ല. നീ ഉണ്ടാക്കിയ റെപ്യൂട്ടേഷൻ ഒറ്റ നിമിഷം കൊണ്ടാണ് ഇല്ലാതാക്കിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനത്തിന്റെ പ്രശ്നമാണ്. പയസ് എന്തായാലും കള്ളം പറയില്ല. കോടികളുടെ ബിസിനസ്സാണ് അയാൾ US ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, നാട്ടിലേക്ക് എത്തുമ്പോഴൊക്കെ മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് അയാൾക്ക് ഇഷ്ടപ്പെട്ട ആഭരണങ്ങളൊക്കെ വാങ്ങാറുമുണ്ട്. അങ്ങനെ ഒരാൾക്ക് നമ്മളെ താഴ്ത്തി കിട്ടേണ്ട കാര്യമില്ല. ഷോറൂമിൽ കൊണ്ടുവന്ന ശേഷം എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ലെങ്കിലേ. ക്യാമറകളൊക്കെ സജീവമാകുന്നതേ ഉള്ളൂ. എന്നാൽ മൂർത്തി ജ്വല്ലറിയിൽ CCTV ക്യാമറ സംവിധാനമുണ്ട്. ഇവിടെ വന്നതിന് ശേഷം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ നിനക്ക് വ്യക്തമായിട്ട് അറിയാം. അതല്ലെങ്കിൽ ആ നെക്ലസ് കണ്ട് കണ്ണുമഞ്ഞളിച്ച് നീ അതിനകത്ത് എന്തോ തിരിമറി നടത്തി. ഞാനിങ്ങനെ ചെയ്യുമെങ്കിലേ. പിന്നെ ആരാ ചെയ്തത്? ഞാനിങ്ങനെ ചെയ്യുമെങ്കിലേ. പിന്നെ ആരാ ചെയ്തത്? അതിനുള്ള ഉത്തരം എനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടണം. ഇതിനകത്തൊരു കോംപ്രമൈസും ഇല്ല. എന്റെ കയ്യിൽ നിന്ന് പറ്റിയ പിഴവല്ലെങ്കിലേ ഞാൻ തന്നെ അത് കണ്ടെത്തിക്കോളാം. കണ്ടെത്തണം. എന്നിട്ട് എനിക്ക് അതിന്റെ വ്യക്തമായ കാരണങ്ങൾ മനസ്സിലാക്കി തരണം. അതിനുശേഷം നീ ഈ ജ്വല്ലറി കയറിയാൽ മതി. നിന്നെ ഞാൻ ജയനും അജയനും മുകളിലാണ് പ്രതിഷ്ഠിച്ചത്. എന്നിട്ട് എനിക്ക് പയസിനെ പോലെ ഒരാളുടെ മുന്നിൽ വെളറി വെളുത്ത് നിൽക്കേണ്ടി വന്നെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിനക്കാ. അതിൽ നിനക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ശരിയെങ്കിലേ, എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ കൃത്യമായി കണ്ടെത്തിയിരിക്കും. കഴിവതും വേഗത്തിൽ തന്നെ. ജലജെ, ആ ജർമ്മൻ സ്വർണത്തിന്റെ കാര്യം നിനക്കും നിന്റെ അച്ഛനും ആങ്ങളമാർക്കും പിന്നെ എനിക്കുമല്ലാതെ മറ്റാർക്കും അറിയില്ല. അത് ഞാൻ ഇവിടെയാ കൊണ്ടുവച്ചത്. എന്നിട്ട് നീ അതെടുത്ത് മാറ്റിയോ? എന്തൊക്കെയാ നാഗേട്ട ഈ പറയുന്നേ? ഞാൻ എന്തിനാ അതൊക്കെ എടുത്ത് മാറ്റുന്നേ? നീ അന്ന് എന്നോട് ചോദിച്ചതാ, എക്സിബിഷൻ നടക്കുന്നതിന് മുമ്പ് 1-2 ഫംഗ്ഷൻ ഉണ്ട്, അത് ഇട്ടോട്ടെ എന്ന്. ഞാനറിയാതെ നീ ആ നെക്ലേസ് എടുത്തോ? ഞാൻ അറിയാത്തതും ചെയ്യാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കല്ലേ നാഗേട്ട. എനിക്ക് ആ സ്വർണ്ണമായിട്ട് ഒരു ബന്ധവുമില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇതുവരെ സ്വർണ്ണം ഒന്നും മോഷ്ടിച്ചിട്ടില്ല. അതേപ്പറ്റി നീ ഒന്നും പറയണ്ട. നിനക്ക് ആരുടെയെങ്കിലും ദേഹത്ത് സ്വർണം കിടക്കണ കണ്ട വലിയ വിഷമാ.
അങ്ങനെയുള്ളപ്പോഴൊക്കെ നീ എന്നെ ശല്യം ചെയ്തിട്ടുമുണ്ട്. ശ്ശെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ അറിയാത്ത ഒരു വിഷയത്തിന്റെ പേരിൽ എന്നെ എന്തിനാ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നേ? നിനക്കറിയാമോ എന്നാണ് എന്റെ ചോദ്യം. അപ്പൊ ആ ജർമ്മൻ സ്വർണത്തിന് എന്തു പറ്റി? അന്നത് പ്രദർശിപ്പിച്ചായിരുന്നല്ലോ. പ്രദർശിപ്പിച്ചു. അത് വലിയ വില കൊടുത്ത ഒരാൾ വാങ്ങുകയും ചെയ്തു. പക്ഷെ അവരിന്ന് ജ്വല്ലറി വന്നു. അവർക്ക് കൊടുത്ത സ്വർണം മായം കലർന്നതാണെന്ന് പറയാൻ. അയ്യോ, അതെങ്ങനെ സംഭവിച്ചു? അറിയില്ല. ഇനിയേ അച്ഛന് കിട്ടിയത് ഡ്യൂപ്ലിക്കേറ്റ് സ്വർണമായിരുന്നെങ്കിലോ? ആ നെക്ലേസിന്റെ മാറ്റൊരിച്ചു നോക്കിയിട്ട് നല്ല ഒന്നാം തരം സ്വർണ്ണമാണെന്ന് ശങ്കരേട്ടൻ എന്നോടാ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ നിന്റെ അച്ഛനെ ആ രീതി പറ്റിക്കാൻ ആർക്കും പറ്റില്ല. എന്തായാലും എനിക്ക് അതുമായിട്ട് ഒരു ബന്ധവുമില്ല. അതിന്റെ പേരില് എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ട. നിനക്ക് വേണ്ടി ഞാനൊരു ത്യാഗം ചെയ്യാം. ഇതിന്റെ പേരിൽ എന്തുണ്ടായാലും ശരി, നീ എന്റെ കൂടെ നിൽക്കണം. ഒരു കമ്പനിയുടെ അന്തസ്സ് കളയുന്ന പ്രവൃത്തിയാണ് നീ ചെയ്തത്. ഒരിക്കലും എന്നെ പോലെ ഒരാൾക്ക് പൊറുക്കാൻ പറ്റാത്ത തെറ്റ്. നീ കള്ളനാണ്. നാഗേന്ദ്ര സാറിന്റെ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല അദ്ദേഹം. പിന്നീട് നാഗേന്ദ്രന്റെ ചിന്തകളെല്ലാം തകിടം മറിയുന്ന സംഭവങ്ങളാ അവിടെ നടന്നത്. ഞാൻ ഈ പിള്ളേരെയും കൂട്ടി എങ്ങോട്ടുമില്ല. നിങ്ങൾ തെറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ ഈ വീട് വിട്ടു പോണം.